ഹലോ, വെൽക്കം ബാക്ക്. നമ്മളെ ഇന്നത്തെ വീഡിയോ മുടിയായിട്ട് പ്രശ്നമുള്ള എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് കഞ്ഞിവെള്ളം വെച്ചിട്ട് മുടി കഴുകിയാലും മുടി വളരുമോ ഇല്ലയോ എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അരി കഴുകിയ വെള്ളം. ഇത് രണ്ടായാലും നമ്മൾ ഒരു ദിവസം പുളിപ്പിച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. ഇപ്പം നമ്മൾ ഈവനിങ് ഇത് അരിയുടെ വെള്ളം എടുക്കുന്നതെങ്കിൽ നൈറ്റ് ഫുള്ള് അടച്ചു വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആ വെള്ളം എടുത്ത് വാഷ് ചെയ്താൽ മതി. ഞാനങ്ങനെ അധികം ഇത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഇവിടെ കുറേ ഫ്രണ്ട്സുകൾ യൂസ് ചെയ്ത് അവരൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്കും കൂടെ ഇത് യൂസ് ആവട്ടെ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് പറയാം. ഇത് ഓറഞ്ച് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പെൻസിലാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ സ്കിന്നുള്ള ആൾക്കാർക്കും ചേരുന്ന ഒരു കളറാണ്. അതുപോലെ എനിക്ക് കളർ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം അല്ല കാണിക്കാൻ പോണത്, റൈസ് കഴുകിയ വെള്ളമാണ്. കാരണം എനിക്ക് ഈ കഞ്ഞിവെള്ളം ഒരു സ്മെല്ലായത് കാരണം എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ ഞാൻ കംഫർട്ടബിൾ ഈ അരി കഴുകിയ വെള്ളം എടുക്കുന്നതാണ്. അപ്പം ഞാൻ അതാ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റീവ് കഞ്ഞിവെള്ളം എന്നാണ് കുറേ പേര് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ചോയ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയെടുത്ത് കഴുകുന്നതാണ്. വെള്ളം ഒഴിച്ച് നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഇതുപോലെ. എന്നിട്ട് ഈ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അരി കഴുകിയ വെള്ളം ഞാനിപ്പം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മതി, മാക്സിമം ഒരു 15-20 എണ്ണം അത്ര മാത്രം മതി. അത് ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കാം. ഇതുപോലെ നമുക്ക് ഈ പാത്രം അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഇത് രാത്രിയാണ് വെക്കുന്നതെങ്കിൽ ഒരു രാത്രി ഫുള്ള് എന്ന് വെച്ചാൽ നിങ്ങൾ രാത്രി വെച്ചാൽ രാവിലെ എടുത്ത് ഈ വെള്ളം യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ രാവിലെ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 8 മണിക്കൂർ വെച്ചിട്ട് ഈ വെള്ളം എടുക്കാൻ പറ്റും. കാരണം ഇത് ജസ്റ്റ് പുളിക്കാൻ വേണ്ടൊരു ഇതപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഇന്നലെ രാത്രി ഞാൻ അരി വാഷ് ചെയ്യാൻ നേരത്ത് എടുത്തതാണ്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നന്നായിട്ട് ജസ്റ്റ് ആ യെല്ലോ കളർ ഈ വെള്ളത്തിനും കൂടി ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് കട്ടിയായ പോലെ തോന്നുന്നുണ്ട് വെള്ളം കണ്ടിട്ട്. ഇത് നല്ലപോലെ ഇപ്പോൾ പുളിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ രാത്രി ഫുള്ള് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത് തന്നെ പുളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് തല വാഷ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പുതിയ പേര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണൽ മെസ്സേജും മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ നന്നായിട്ട് യൂസ് ആവും. കാരണം എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പായിട്ടുണ്ട്. എല്ലാവരും ഒരു 1 വീക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും വേണം, മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യം ബെല്ലൈക്കണിൻ്റെ കാര്യമാണ്. ഒരുപാട് പേര് ആൾക്കാർ എനിക്ക് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. നോട്ടിഫിക്കേഷൻ വരാത്ത മെയിൻ കാര്യം നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്തതാണ്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് എന്തായാലും മറക്കാതെ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.